Today Daddy and me are going to make chocolate cake, so let's look at the ingredients. So, Iha, നമ്മൾ എന്തോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്? Chocolate cake ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഫ്ലോർ വേണം. അപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് വീറ്റ് ഫ്ലോറും പിന്നെ പ്ലെയിൻ ഫ്ലോറുമാണ്. രണ്ടും ഈക്വൽ 100 മില്ലിഗ്രാംസ് ഉണ്ട്, ഈക്വൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ, 200 ഗ്രാം ബട്ടർ ഉണ്ട്. പിന്നെ കാസ്റ്റർ ഷുഗർ ഉണ്ട്, ഇത് 100 ഗ്രാം ഉണ്ട്. പിന്നെ ശർക്കര ഞങ്ങൾ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കൊക്കോ പൗഡർ 30 ഗ്രാം ഉണ്ട്. 1 ടേബിൾ സ്പൂൺ നമ്മുടെ കോഫി പൗഡർ. പിന്നെ വേണ്ടത് ബൈകാർബണേറ്റഡ് സോഡ, അതൊരു 1/2 ടീസ്പൂൺ. പിന്നെ മുട്ട 3 എണ്ണം, ബട്ടർ മിൽക്ക് ഒരു 100 മില്ലി ലിറ്റർ. പിന്നെ നമുക്ക് ചോക്ലേറ്റ് വേണം. ഇവിടെ ഞങ്ങളിപ്പോൾ 200 ഗ്രാം ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. മിൽക്ക് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഹാർട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് കേക്കിന് വേണ്ടത്. ഇനി കേക്കിന്റെ പുറത്ത് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗനാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് വേണം, ക്രീം വേണം, ഡബിൾ ക്രീമാണ്, പിന്നെ കാസ്റ്റർ ഷുഗർ വേണം. അപ്പോൾ ഇതിപ്പോൾ ഒരു 200 ഗ്രാം ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് വൈറ്റും ഡാർക്കും ചോക്ലേറ്റ് മിക്സ് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. The first step now is to melt the chocolate. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യണം. അപ്പോൾ മെൽറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ബട്ടറും കൂടെ ചേർക്കണം. അപ്പോൾ ഇത് ഞങ്ങൾ മൈക്രോവേവിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് ആഡ് ചെയ്യേണ്ട ചോക്ലേറ്റ് ഒരു ബൗളിൽ എടുക്കുക. അതിലേക്ക് നമ്മുടെ 200 ഗ്രാംസ് ബട്ടർ ആഡ് ചെയ്യുക. ഇനി നമുക്കൊരു നമ്മൾ എടുത്തു വെച്ചിരുന്ന കോഫി ഒരു 125 മില്ലി ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു അളവിന് വേണ്ടിയിട്ടാണ്. അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിപ്പോൾ ആ കോഫി മിക്സ് ഉണ്ടാക്കി. കുഞ്ഞു do that please? Thank you. നമുക്കിത് മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റും ബട്ടർ മിക്സ് ഹാഫ് വേ ത്രൂ മെൽറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ ആവണം, 2 മിനിറ്റ് മെൽറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് നോക്കാം. 2 മിനിറ്റ് കൂടെ മെൽറ്റ് ചെയ്തപ്പോൾ ചോക്ലേറ്റ് ബട്ടർ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് നമ്മുടെ ഫ്ലോർ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മുടെ സെൽഫ് റൈസിംഗ് ഫ്ലോറും പിന്നെ നമ്മുടെ ഗോതമ്പ് മാവും ഇത് രണ്ടും ഇതിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ബൈകാർബണേറ്റഡ് സോഡയും മിക്സ് ചെയ്യണം. അപ്പോൾ അത് ഈക്വലായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ സീവ് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാം ഈ സീവിലേക്ക് തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്യുമ്പോൾ അത് ഈക്വലി സ്പ്രെഡായി നമ്മുടെ ബൗളിൽ കിട്ടും. അപ്പോൾ അച്ഛൻ ഈ ഫ്ലോർ ഇതിലേക്കൊന്ന് തട്ടിത്തരാമോ സ്ലോലി? താങ്ക് യു. ഓക്കെ, ഇനി ഇത് ഓക്കെ. നെക്സ്റ്റ് ഓക്കെ, താങ്ക് യു. ഫ്ലോർ നമ്മൾ മിക്സ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഷുഗറും ശർക്കരയും കൊക്കോ പൗഡറും ആഡ് ചെയ്യാം. അപ്പോൾ കുഞ്ഞും ഷുഗർ നമ്മുടെ ബൗളിലേക്ക് ഇടും സ്ലോലി. ഓക്കെ, ഇനി നമ്മുടെ ശർക്കര ആഡ് ചെയ്യും. അടുത്ത് കൊക്കോ പൗഡർ. അപ്പോൾ നമ്മളിത് 3 ആഡ് ചെയ്തു. ഇനി നമുക്കിത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് നമ്മുടെ ലിക്വിഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ എടുക്കണം. അപ്പോൾ അതിനൊക്കെ എഗ്ഗ് ബീറ്റ് ചെയ്യണം. നമുക്കപ്പോൾ ഇനി എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് നോക്കാം. നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ കുഞ്ഞു ബട്ടർ മിൽക്ക് ഇതിലേക്ക് ഒഴിക്കുക. താങ്ക് യു. ഓക്കെ, now Daddy is going to beat it. Okay. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് ആയിട്ട് റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ചോക്ലേറ്റ് ബട്ടർ മിക്സ്, നമ്മുടെ മുട്ട അടിച്ചത്, പിന്നെ നമ്മുടെ ഫ്ലോറും ഷുഗറും കൊക്കോ പൗഡറും എല്ലാം മിക്സ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് എല്ലാ ലിക്വിഡ് ഇതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇതിലുള്ള ആ ഒരു ചെറിയ ബൾക്കി പീസെല്ലാം പൊടിഞ്ഞ് വരണം. അപ്പോൾ നല്ലൊരു മിക്സായിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഫ്ലോർ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തായിരുന്നു. അത് ഒന്ന് സീവ് ചെയ്ത് തന്നെ മിക്സ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലോറും പിന്നെ ഷുഗറും ശർക്കരയും കൊക്കോ പൗഡറും ചേർത്ത മിക്സാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ മുട്ട മിക്സും
നമ്മുടെ ചോക്ലേറ്റ് ബട്ടർ മിക്സ് അത് രണ്ടും ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ലിക്വിഡ് മിക്സ് എല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു ഫ്ലോർ മിക്സ് സ്ലോലി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഞാനത് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ മിക്സ് ചെയ്യുവാണ്. നല്ലൊരു മിക്സായി വരുന്നത് ടൈം എടുത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ മിക്സ് കേക്ക് ടിന്നിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു കേക്ക് ടിന്നിലാണ്. ഇതൊരു 20 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള കേക്ക് ടിന്നാണ്. അപ്പോൾ നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി ഫ്ലോർ അല്ല ഇതിന് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ബട്ടർ തേച്ചിട്ട് ഇതിലാണ് നമ്മൾ ആ ഒരു കേക്ക് മിക്സ് ഫില്ല് ചെയ്ത് നമ്മുടെ ഓവനിൽ വെക്കുന്നത്. നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഞാൻ ബട്ടർ സ്പ്രെഡ് ചെയ്തായിരുന്നു. ഒരു തിൻ ലെയർ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് ഫില്ല് ചെയ്യാം. കേക്ക് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയും കൂടെ നമ്മുടെ ടിന്നിൽ കേക്ക് മിക്സ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഈ കേക്ക് ടിന്ന് ഓവനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കതൊരു 1.5 മണിക്കൂർ ഓവനിൽ ബേക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇടയ്ക്ക് നോക്കാം. കേക്ക് ടിന്ന് നമ്മുടെ ഓവനിലേക്ക് മാറ്റാം. ഇനി ഒരു 1.5 hours കുക്ക് ചെയ്യണം. അപ്പോൾ ഇടയ്ക്ക് ഒരു 40 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം അത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കേക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ബേക്ക് ആയോ എന്ന്. ഞാൻ ആ കേക്ക് ടെസ്റ്റർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ആയിട്ടില്ല. ആ കേക്കിൻ്റെ ഒരു ലിക്വിഡ് പോർഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബേക്ക് ആവുന്നവരെ നമുക്കിങ്ങനെ ചെക്ക് ചെയ്യണം. കേക്ക് ഞാൻ പുറത്തെടുത്തായിരുന്നു, അത് ബേക്ക് ആയിട്ടുണ്ട്. ഞാൻ ആ കേക്ക് ടെസ്റ്റർ ഇൻസേർട്ട് ചെയ്ത് കാണിക്കാം. അത് ക്ലീൻ ആണ്. ഇനി നമുക്കത് തണുത്തിട്ട് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിൻ്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ സർഫസ് ഒന്ന് ഫ്ലാറ്റ് ആക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു തിൻ ലെയർ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കേക്കിൻ്റെ സർഫസ് നമ്മൾ ഫ്ലാറ്റ് ആക്കി ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഗനാഷ് സ്പ്രെഡ് ചെയ്യുന്നത്. കുഞ്ഞു, അപ്പോൾ നമ്മുടെ കേക്ക് എങ്ങനെയുണ്ട്? ഗുഡ് അല്ലേ? നമുക്കിനി ഇതിൻ്റെ പുറത്ത് ഗനാഷ് സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുഞ്ഞു ഹാർട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ചെയ്യുമോ? ഓക്കെ, നമുക്കപ്പോൾ അത് ചെയ്യാം. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഗനാഷ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ അത് ചെയ്യാനുള്ള പ്രോസസ്സ് സിമ്പിളാണ്. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിന് വേണ്ടി ചോക്ലേറ്റിൽ ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡബിൾ ക്രീമും കാസ്റ്റർ ഷുഗറും. ഈ ഡബിൾ ക്രീം ഒരു പാനിൽ ചൂടാക്കി ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഹോട്ട് മിക്സ് ഈ ചോക്ലേറ്റിലേക്ക് മാറ്റണം. പക്ഷെ അതിന് ഈ ചോക്ലേറ്റ് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കണം. എന്നിട്ട് വേണം അതിലേക്ക് മാറ്റാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ചോക്ലേറ്റ് ഒന്ന് ചോപ്പ് ചെയ്യാൻ പോവാണ്. ചോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഹോട്ട് ക്രീം മിക്സ് ഒഴിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ഇതൊന്ന് ചോപ്പ് ചെയ്യാം. So now we've chopped the chocolates, and now we can add the double cream in and the caster sugar in, and after we're going to add the hot cream mix into this. അപ്പോൾ ഈ പാൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഹോട്ട് ക്രീമും കാസ്റ്റർ ഷുഗറും മാറ്റാം. അപ്പോൾ ഞാൻ ക്രീം പാനിലേക്ക് മാറ്റുവാണ്. അതിലേക്ക് നമ്മുടെ കാസ്റ്റർ ഷുഗറും ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു സ്ലോ മീഡിയം ഫ്ലെയിമിൽ ഇത് ഒരു തിളയ്ക്കുന്നവരെ നന്നായിട്ട് ഇളക്കുക, നിർത്താതെ ഇളക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇത് ഓൾമോസ്റ്റ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഈ ചൂടോടെ തന്നെ ഈ ചോക്ലേറ്റിലേക്ക് ഒഴിക്കും. കുഞ്ഞു അത് എങ്ങനെ മെൽറ്റ് ചെയ്യും? I'll show you how it melts now. And now it's like this. Yes. That is how
ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കണം. എല്ലാ ചോക്ലേറ്റ് പീസും അലിഞ്ഞ് ചേരുന്നവരെ നമ്മൾ ഇളക്കണം. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും. എന്നിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു തിക്കാവും. ആ ഒരു കൺസിസ്റ്റൻസിയാണ് സ്പ്രെഡ് ചെയ്യാൻ നല്ലത്. ഗനാഷ് മിക്സ് റെഡി ആയിട്ടുണ്ട്. അത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇനി നമുക്കത് കേക്കിൻ്റെ പുറത്തേക്ക് സ്ലോലി സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിരിക്കുകയാണ്. നമ്മളത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി, ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഒരു 10 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തെടുത്തു. ഐശ്വര്യയും വിഹയും കൂടെ അതിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് കട്ട് ചെയ്യാം. ഇഹ കട്ട് ചെയ്യാമോ? ഇഹയും ഡാഡിയും കൂടെ ഈ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് കട്ട് ചെയ്യാം. Yummy ആണോ കുഞ്ഞാ? Okay. Take it out. Yummy heart.